ആട്ടം ഇന്നലെ പോയി കണ്ടു സിനിമ. തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് ആട്ടം എന്ന് പറഞ്ഞ സിനിമ. ഒരു ത്രില്ലർ ഗണത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്, ത്രില്ലർ ഡ്രാമ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്, ഒരു പരീക്ഷണ ചിത്രം കൂടിയാണ്. മനുഷ്യരുടെ ഇരട്ടത്താപ്പ് കാണിച്ചു തരുന്ന ഒരു സിനിമ കൂടിയാണ് പിന്നെ ആട്ടം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. പിന്നെ വിനയ് ഫോർട്ട്, കലാഭവൻ ഷാജോൺ, സറിൻ ഷിഹാബ്, നന്ദനുണ്ണി എന്നിവരൊക്കെയാണ് ഈ സിനിമ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ ആനന്ദ് ഏകർഷിയാണ്, റൈറ്ററും ഡയറക്ടറും ഒക്കെ ആനന്ദ് ഏകർഷിയാണ്. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നാടക സംഘം, 13 പേരടങ്ങുന്ന ഒരു നാടക സംഘം, അതിലൊരു നായിക ഉണ്ടാവും. ആ ഒരു നായികയ്ക്ക്, ആ ഒരു നടിക്ക് പിന്നെ ഒരു ദിവസം ഒരു ദുരനുഭവം ഉണ്ടാവുകയാണ്. പക്ഷേ അത് ആര് എങ്ങനെയാണെന്ന് നടിക്ക് അറിയാനുണ്ടാവില്ല. അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പം അതിനെക്കുറിച്ചുള്ള സംവാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയാണ് സിനിമയിൽ മൊത്തം പറഞ്ഞു പോകുന്നത്. ഒരു സത്യം പറയുകയാണെങ്കിൽ ഒരു പരീക്ഷണ ചിത്രം ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്ലെയിനായിട്ട് പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. പക്ഷേ കുറേ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഇതിലൊക്കെ ഞാൻ കുറേ ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടാണ് ഈ സിനിമയ്ക്ക് പോയത് തന്നെ. നല്ല 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 റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. ഞാൻ ഫസ്റ്റ് ഡേ കണ്ടില്ല, ഞാൻ ഇന്നലെയാണ് സിനിമ കണ്ടത്. 5-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ്, അതായത് മെനഞ്ഞാന്ന് റിലീസ് ചെയ്ത സിനിമയാണ്. ഞാൻ ഇന്നലെയാണ് സിനിമയ്ക്ക് പോയത്, മെനഞ്ഞാന്ന് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പരീക്ഷണ ചിത്രമാണ്. അപ്പോൾ പെർഫോമൻസുകൾ കൊണ്ട്, അതായത് ഇവരുടെ ഡയലോഗുകളും പെർഫോമൻസ് മാത്രമല്ല, പെർഫോമൻസും ഡയലോഗുകളും കൊണ്ട് ആണ് ഈ സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളോ സൗണ്ട് ഡിസൈൻസിനൊക്കെ വലിയ വർക്കുകളൊന്നും ഇല്ലെങ്കിലും ആ ഒരു സംഭവം ചെയ്തു വെച്ച സംഭവങ്ങളൊക്കെ കിട്ടലായിരുന്നു. ഇവരുടെ എക്സ്പ്രഷൻസ്, പിന്നെ ഡയലോഗ്സ്, അത് വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നമ്മളിലേക്ക് കൊണ്ടുവരാണ്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ആ ഒരു സംഭവം എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഒരു നാടകീയമായ രംഗങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു പരീക്ഷണം എന്നിലെ പ്രേക്ഷകൻ ഈ ഒരു പരീക്ഷണം വർക്കായിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഒരു സിനിമാ പ്രേമികളെല്ലാവരും, കൂടാതെ സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണേണ്ട ഒരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്, സത്യം പറയാൻ നല്ലൊരു സിനിമയാണ്. പക്ഷേ എനിക്കത് വർക്കായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. BGM ഒക്കെ കൊടുത്തിട്ട് ഒരു കിഡിലായിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് കിഡിലായിട്ട് ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്നൊരു സിനിമയാണ്. നല്ലൊരു കണ്ടന്റാണ്. പിന്നെ അവർ വ്യത്യസ്തമായ രീതിയിൽ മേക്ക് ചെയ്ത് കൊണ്ടുവന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യന്മാർ ഞാൻ പറഞ്ഞില്ല, 13 പേരടങ്ങുന്ന ഒരു നാടക ട്രൂപ്പാണ്. നാടക ട്രൂപ്പിൽ ഒരു പെൺകുട്ടി, ആ ഒരു ഒറ്റ പെൺകുട്ടി ഉണ്ടാവുള്ളൂ. ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ദുരനുഭവം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് പിന്നീട്. അത് അങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയുള്ള ചർച്ചകളാണ്. ആ 12 പേരും, ആ ചർച്ച ചെയ്യുന്ന ബാക്കിയുള്ള 12 പേരും ഈ പിന്നെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളും മനുഷ്യന്മാരുടെ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ, ആ ഒരു സംഭവമാണ് ഈ സിനിമയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ, ആ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സെറ്റപ്പിൽ, അതായത് ഞാൻ പറയാം എങ്ങനെയാണ്, ഒരു ഭയങ്കരമായിട്ട് സിനിമ എന്ന് പറയുന്നത്, നമ്മളൊരു സിനിമ എന്നുള്ളതിൽ കാണുന്ന നമ്മളെ പിടിച്ചിരുത്തി നമ്മളെ ടെൻഷനാക്കി ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം എനിക്ക് ഇതിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രേക്ഷകരുടെ കാര്യമാണോ ഞാൻ പറയുന്നത്. എനിക്കതൊരു സംഭവത്തിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു പരീക്ഷണ ചിത്രമാണ്. 28ാമത് IFFK പ്രദർശിപ്പിച്ച ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഈ സിനിമ നമ്മളെ ജീത്തു ജോസഫിൻ്റെ 12th Man അല്ലേ, ആ ഒരു സിനിമയിൽ ഒരു വട്ടമേശ സമ്മേളനം പോലെ പിന്നെ അവിടെ ഇരുന്ന് ഓരോരുത്തരോട് ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ കേസ് അന്വേഷിച്ച് ആരാണ് പ്രതി എന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. ആ ഒരു മെത്തേഡാണ് ഇതിലെങ്കിലും, പക്ഷേ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് പോർഷൻ ഞാൻ പറയുന്നില്ല, ക്ലൈമാക്സ് പോർഷനൊക്കെ അതും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ എല്ലാവരുടെയും പെർഫോമൻസുകളായിരുന്നു. എല്ലാവരും ചെറിയ റോൾ വന്ന എല്ലാവരും, ചെറിയ റോൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ എല്ലാവർക്കും നല്ല പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. കലാഭവൻ ഷാജോണും നമ്മുടെ വിനയ് ഫോർട്ട്, അതുപോലെ സെറിൻ ഷിഹാബ്, അവരൊക്കെ കിടിലായിട്ടുണ്ട് പെർഫോം ചെയ്തത്. എല്ലാവരും, പ്രത്യേകിച്ച് എല്ലാവരും പേരെനിക്ക് അറിയില്ല, എല്ലാവരും പെർഫോമൻസ് കിടിലായിരുന്നു. ഞാൻ പറഞ്ഞ മേക്കിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. ആ ഒരു മേക്കിംഗ്, ഒരു പരീക്ഷണ ചിത്രമാണ്, പരീക്ഷണമായിട്ടുള്ള മേക്കിംഗ് ആണ് സംഭവം, ഒരു എക്സ്പെരിമെൻ്റൽ മേക്കിംഗ് ആണ്. ആ ഒരു സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. ബാക്കിയൊക്കെ സ്റ്റോറി കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. സിനിമയെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഒരു പാഠപുസ്തകം കൂടിയാണ്. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും കണ്ടു നോക്കുക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ല ഈ ഒരു സിനിമ എന്നുള്ളതാണ്, ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.